നമുക്ക് 100% ഉറപ്പാണല്ലോ, കല്യാണം കഴിക്കും, കല്യാണത്തിലേക്ക് എത്തുന്നൊക്കെ 100% ഉറപ്പാണല്ലോ. പിന്നെ നമുക്ക് ആ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ചേട്ടാ ക്ലാസ് ഒന്നും പറ്റൂ? അല്ല ചേട്ടാ ഐബ്രോ ആണ് നല്ല ഭംഗിയുള്ളതാണ്. അത് വെക്കാൻ പറഞ്ഞു ഞാൻ വെച്ചു, നിങ്ങൾ മാറ്റാൻ പറഞ്ഞാൽ ഞാൻ മാറ്റാം. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ എങ്ങോട്ടാന്ന് പ്ലാൻ ചെയ്തോ? 11-ാം തീയതി കാശ്മീരിലേക്ക് പോകും. അത് ഓൾറെഡി ഞങ്ങളിങ്ങനെ നെക്സ്റ്റ് മന്ത് ബാലിയിലേക്കും പോകും. ഇപ്പം നിലവിൽ ഇപ്പോൾ അതാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ ബാക്കി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിഷാന വന്നിട്ടുണ്ട്. എനിക്ക് നിഷാന ഇവിടെ ഉണ്ട്. സായി ഇപ്പത്തും സിബിനോടെ വന്നിട്ടുണ്ട്. ബാക്കി ശോഭേച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അവർ ഇന്നലെ തന്നെ ഉണ്ട്. ഇവരൊക്കെ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ല, എൻ്റെ ആവശ്യമില്ല. എൻ്റെ കല്യാണമല്ലേ ഇത്. എൻ്റെ അടിയന്തരാകുമ്പോൾ വിളിക്കും. കല്യാണ ദിവസം അങ്ങനെ പറയാൻ പാടില്ല. എല്ലാവരുടെ ആവശ്യമില്ലല്ലോ. അത് ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഹായ് ഗായ്സ്, ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിജോ മാരീഡ് ലൈഫിനെ കുറിച്ചും. സിജോ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് സിജോ മാരീഡായി. ഇന്നാണ് അവർ മാരേജ് ചെയ്തത് എന്നതാണ്. 5 വർഷത്തെ പ്രണയമാണ് ഒടുവിൽ ഒന്നായി ബിഗ് ബോസ് താരം സിജോ വിവാഹിതനായി. 5 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇവരും വിവാഹിതയാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരത്തിനായിരുന്ന സിജോ വിവാഹിതനായി എന്ന ഒരു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ഇതിൽ നമ്മൾ കണ്ടതാണ്. വധു കഴിഞ്ഞ 5 വർഷമായുള്ള പ്രണയമാണ് ഇന്ന് വിവാഹത്തിലെത്തിയിരിക്കുന്നത്. അടുത്ത ബന്ധുക്കൾ പങ്കെടുന്ന വിവാഹത്തിന് ബിഗ് ബോസ് താരങ്ങളുടെ ഭൂരിഭാഗം പേരും പങ്കെടുത്തിരുന്നു. വിവാഹത്തിന് വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയായിരുന്നു. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമായിരുന്നു പ്രണയത്തെക്കുറിച്ച് സിജോ തുറന്നു പറഞ്ഞത്. പകുതിക്ക് വെച്ച് ഷോയിൽ നിന്ന് പുറത്തിറങ്ങി വേണ്ടി വന്ന സിജോയെ സ്വീകരിക്കാൻ ലെനു ആയിരുന്നു എയർപോർട്ടിൽ വന്നിരുന്നത്. അമ്മ പറഞ്ഞത് ആരെയും കാണിക്കല്ലേ എന്നാണ്. പിന്നെ സീക്രട്ട് ഏജന്റായി അത് പൊളിച്ചു. അത് സർപ്രൈസ് ലീക്കായി. ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് പോവുകയായിരുന്നു. സെപ്റ്റംബർ ആകുമ്പോൾ എല്ലാവരോടും പറയാം എന്നൊക്കെ പറഞ്ഞ് സിജോ പറഞ്ഞത്. ഞങ്ങൾ 5 വർഷത്തെ പ്രണയം ആണ്. ഈ വർഷം തന്നെ വിവാഹം ഉണ്ടാകുമെന്ന് ലെനു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്റെ ഏറെ സംഭവ ബഹുലമായ കാര്യങ്ങൾ നടന്ന ബിഗ് ബോസ് സീസൺ ആയിരുന്നു ഇത്തവണത്തെ ഷോ. തുടങ്ങി പകുതിക്ക് മുമ്പേ സിജോയ്ക്ക് ബിഗ് ബോസിൽ നിന്ന് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സഹമത്സരാർത്ഥിയുടെ മർദ്ദനമായിരുന്നു അതിന്റെ ഇഷ്യൂ. ഇത് പിന്നാലെ ശാസ്ത്രീയയും സിജോ വിധേയനായി. ശേഷം ഷോയിൽ നിന്ന് സിജോ തിരിച്ചെത്തിയെങ്കിലും ആദ്യ നാളിൽ ലഭിച്ച പ്രേക്ഷകർ പിന്തുണ സ്വീകാര്യത ലഭിച്ചില്ല. പിന്നാലെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ വെറും ഒരാഴ്ച ബാക്കി സിജോ നിൽക്കെ എവിക്റ്റ് ആയിരുന്നു. അപ്പോൾ സിജോ എന്ന വ്യക്തിയെ കുറിച്ച് നമുക്കറിയാവുന്നതും അദ്ദേഹത്തെ നമ്മൾക്ക് മനസ്സിലാകുന്നു. സിജോ മാരീഡ് എന്ന് പറയുന്ന വ്യക്തി, സിജോ എന്താണ്, എങ്ങനെയാണ്? സിജോ ഒരു നല്ല വ്യക്തിയായിരുന്നു. ചങ്ങനാശ്ശേരി മലയാളം അങ്ങനെ വേറിട്ട ഒരു പാക്കേജിൽ തന്നെ സിജോ ജോസഫ് മാരേജ് അങ്ങനെ നടന്നു. ഇപ്പോ വലിയൊരു സന്തോഷ വാർത്ത, വലിയൊരു സിജോ നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്തു. സിജോ മാരേജും എൻഗേജും ഒക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അദ്ദേഹം പോപ്പുലർ കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അദ്ദേഹത്തിന്റെ മർദ്ദനവും സീസൺ 6 റീസെന്റ് കോട്ടഡ് എൻഗേജ്ഡ് എന്ന് പറയുന്ന ഗേൾഫ്രണ്ടിനെ ലിനു
മറിയയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ജോയിൻ സെലിബ്രേഷൻ ആണ്. സിജോ ആൻഡ് ലിനു ഷെയർഡ് their joy with fan throughout social media. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതൊരു വൈറലായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മാരേജ്. സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. ജോൺ ടൂക്ക് ദ സോഷ്യൽ അക്കൗണ്ട് അനൗൺസ്മെന്റ് എൻഗേജ്മെന്റ് അന്ന് തന്നെ, ആ എൻഗേജ്മെന്റ് സമയത്ത് തന്നെ എല്ലാം വെളിപ്പെടുത്തിയിരുന്ന സമയം. അങ്ങനെ സിജോയുടെയും ഇവരുടെയും വിവാഹം അങ്ങനെ 5 വർഷത്തെ പൂത്തുറഞ്ഞ് 6ാം വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പൊ 6 വർഷം, തികച്ചും 6 വർഷം എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു നീണ്ട പ്രണയം അവരുടെ സ്വന്തങ്ങളിലേക്ക് അവർ സ്വയമേ അവർ തീരുമാനിച്ച രീതിയിലുള്ള റൂട്ടിലൂടെ ഏഷ്യാനെറ്റിലെ കണ്ടസ്റ്റന്റായ ബിഗ് ബോസ് താരമായ സിജോയുടെയും ലിനുവിന്റെയും മാരേജ് അങ്ങനെ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് തന്നെ അതും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതും നിങ്ങളുടെ മുന്നിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി തന്നെ കാണിച്ചുകൊണ്ട് അവരുടെ പള്ളിയിൽ ആചാരങ്ങളും അവരുടെ കല്യാണ റിസപ്ഷൻസും ഒക്കെ ഇനി ഉണ്ടാവും എന്ന് തുടരെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെയായിരിക്കും ഇവർ മുന്നോട്ട് പോവുക. ഇതൊരു സോഷ്യൽ ഇവന്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ നമുക്കും കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റോക്കി ആൻഡ് സിജോ, ഇവർ രണ്ട് തമ്മിലുള്ള ഇഷ്യൂ ആണ് വലിയ മർദ്ദനം ഏറ്റ് ബിഗ് ബോസ് സീസൺ 6 സിജോ എന്ന മത്സരാർത്ഥിക്ക് പുറത്ത് ഫസ്റ്റ് ഹാഫിന് മുമ്പ് തന്നെ ആ ബിഗ് ബോസ് വിട്ട് പോവേണ്ടി വന്ന ഒരു അസുലഭ നിമിഷങ്ങളെ അത് ആരും പ്രതീക്ഷിച്ചിട്ടാവില്ല. ഇത്രയും പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന സിജോക്ക് പ്രേക്ഷക പിന്തുണ കുറയുന്ന മാതിരിയുള്ള മർദ്ദനമേറ്റ് അവർ പുറത്തേക്ക് പോകുമെന്നത് ആ വ്യക്തി പോലും അറിയുകയില്ല എന്നതാണ് യഥാർത്ഥ പ്രധാന നോട്ട് പോയിന്റ്. നമ്മൾ ചിന്തിക്കണം, റോക്കി എന്ന് പറയുന്ന കരുത്തനായ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയാൽ പല്ലല്ല കൈകളും കാലുകളും തെറിച്ചു പോകും. കാരണം നമ്മൾ മർമ്മത്തെ മറന്നടിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമൂഹത്ത് ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോയിൽ പല ഡാമേജസും ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാം സ്വയം വാങ്ങിക്കൂട്ടാൻ വേണ്ടി പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു അടിപിടി കേസിൽ നമ്മൾ ഇടപെടാവൂ എന്നതാണ് സിജോ എന്ന വ്യക്തിയോടും അടി ഉണ്ടാക്കിയ വ്യക്തി എന്ന റോക്കി എന്ന അസിയുടെയും വാല്യൂ അവിടെ നഷ്ടപ്പെടുന്നത്. രണ്ടുപേർക്കും ആ ഒരു ക്രെഡിബിലിറ്റി അവിടെ ബിഗ് ബോസിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. റിയാലിറ്റി അല്ല, അവിടുത്തെ ഗെയിം പാറ്റേണിലൂടെ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അവിടെ തന്നെ മറന്നു കഴിഞ്ഞ ഒരു ഇഷ്യൂ മാരേജിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്നത് മീഡിയയോട് പറയേണ്ട ഒരു മറ്റൊരു വിഷയമായി എനിക്ക് തോന്നുന്നു. മീഡിയ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കണ്ടു, അദ്ദേഹത്തോട് ചോദിക്കുന്നത് കണ്ടു. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. കാരണം ഓൺലൈൻ മീഡിയ നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരം. പക്ഷെ അതിന് അദ്ദേഹം മാന്യമായി അങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. കാരണം സിജോ എന്ന വ്യക്തി അസിയോട് പുറത്തോ എന്ന് ചോദിച്ചാൽ നോ എന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അദ്ദേഹം പുറത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഇത് ജീവിതകാലം മുഴുവനും ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടന്റായി മാറും. അപ്പോ സിജോയിന്റെയും ലെനുവിന്റെയും മാരേജ് ലൈഫ് സൂപ്പർ ആകട്ടെ. അവർ കൺഗ്രാറ്റ് പറയാൻ വിഷ് ചെയ്യുകയാണ്. 2025 ന്യൂ ഇയറിൽ തന്നെ നിങ്ങൾ മാരേജ് ഒരു പുതിയ വസന്തം നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. പുതിയ യാത്രയിലേക്ക് നിങ്ങൾ ഹണിമൂൺസ് ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യുമായിരിക്കും. നിങ്ങളുടെ സ്വർഗ അനുരാഗത്തെ ഓൺലൈൻ മീഡിയ മറ്റാളും ശല്യപ്പെടുത്താതെ നിങ്ങൾക്ക് വയറിലും എവിടെയും പോവാതെ സന്തോഷകരമായി നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പ്രവചനാതീതമാണ് ഈ ലോകം. ഈ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക്
ഉൾക്കാഴ്ചയിലൂടെ പറയാൻ പറ്റില്ല. അത് ഏഹ്, എങ്ങനെയാണ് നമുക്കറിയില്ല. ഒരു മാരേജ് പക്ഷെ കണ്ടിട്ട് നല്ലൊരു മാരേജ്, നല്ലൊരു റിസപ്ഷൻ, നല്ല പക്വതയോടെ കല്യാണമൊക്കെ നടക്കും. പക്ഷെ ചോദ്യങ്ങളാണ് റിലവൻ്റ് ആയ ക്വസ്റ്റ്യൻസ്, റിലവൻ്റ് ആയ അതൊക്കെ ഒരു മാരേജ് ഉടമ്പടിയിൽ കാര്യങ്ങൾ. അതിൽ ആക്ടിവിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അസിറോക്കിയോട് ഷിജോ പൊറുക്കുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിക്കുമ്പോൾ ഒരിക്കലും ആ ഒരു പാക്കേജിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുക തന്നെയില്ല. നമ്മളും അങ്ങനെ ചിന്തിക്കുമെങ്കിലും നമ്മളും ആ രീതിയിൽ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിനെ കൂടെ കൊണ്ട് നടക്കില്ല. ഇറ്റ്സ് ബ്രേക്കിംഗ്, അത് ബ്രേക്ക് ആകുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള നിമിഷങ്ങളെ ഓർത്തും സ്വപ്നം കണ്ടും ജീവിക്കുകയും ചെയ്യില്ല മനുഷ്യർ. അപ്പൊ കേരളമാണ്, മലയാളിയാണ് സൗഹൃദത്തിന് ഒരു വാല്യൂ കൊടുക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മലയാളികളുടെ ഒരു കീപ്പബിലിറ്റി എന്ന് പറയാറുണ്ട്, കേൾക്കാറുണ്ട്. എനിക്കും സൗഹൃദം ഉണ്ടായത് കൊണ്ട് പറയുന്ന ബുദ്ധിപരമായിട്ടല്ല. ഞാനും അത്ര വല്ല സൗഹൃദ കൂട്ടായ്മയൊന്നുമല്ല. ഞാൻ എപ്പോഴും ഓൺലി മീ, ഞാൻ മാത്രമാണ്, സിംഗിളായിട്ട് തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അത്ര വലിയ കൂട്ടുകെട്ടുകളോ ഒന്നും ഉണ്ടായിട്ടും ഉണ്ടായ കൂട്ടുകെട്ട് തന്നെ ഇല്ലാതായ വ്യക്തിയും കൂടിയാണ്. അപ്പം ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എവിടെയാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയുക എന്ന് പറയാറില്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ആ ഫ്രണ്ട്സ് നമ്മളെ എങ്ങനെ പ്രൊട്ടക്റ്റഡ് ചെയ്യുന്നെന്നും നമുക്ക് ആവശ്യമുണ്ട്. അവർ കാരണം നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല. അത് നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കുക എന്ന് പറയും. സമൂഹത്ത് ജീവിക്കുന്ന പലരും നമ്മുടെ സമയവും നമ്മുടെ ടൈമും നമ്മുടെ ലിമിറ്റേഷനും ഒക്കെ അതർ കവിഞ്ഞ് നമ്മളെ സ്നേഹിച്ചു കളഞ്ഞാലും അതിലും ഒരു ടോക്സിക് നമ്മളെ മുന്നിലേക്ക് റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു പ്രോപ്പർലി ഗൈഡൻ ഫ്രണ്ട്ഷിപ്പ് അല്ലായിരിക്കും. അപ്പൊ അവിടെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോസും സീസൺ 6 കണ്ടസ്റ്റൻസുമാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങളുടെ കീപ്പബിലിറ്റിക്ക് അറിഞ്ഞ നിങ്ങളുടെ സൗഹൃദം നിങ്ങളെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രേറ്റ്ഫുൾ ആണ്. അവിടെ മറ്റുള്ളവരുടെ അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായവും രണ്ടും രണ്ടാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിതമായ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. അടുത്ത സീസൺ 7 വരുമ്പോഴേക്കും ഈ അന്തർധാരയൊക്കെ മാറാം. ഈ സീസണിൽ ഉണ്ടായ സംഭവമായിരിക്കില്ല അടുത്ത സീസണിൽ വരാൻ പോകും. സീസൺ 7 അൾട്ടിമേറ്റ് ആവാൻ പോകുന്ന ഒരു കാലഘട്ടവുമാണ്. 2025 എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് പ്രവചിക്കാനും അറിയാത്തൊരു സത്യവും കൂടിയാണ്. അപ്പോൾ ബിഗ് ബോസ് എന്നത് ഒരു ഇന്റർനാഷണൽ ഷോ തന്നെയാണ്, അതല്ല എന്ന് നമ്മൾ പറയുന്നേയില്ല. ആ ഷോയിനെ കുറിച്ച് നമുക്ക് പക്ക അറിയുകയും ചെയ്യാം. അവതാരകനും മാത്രമല്ല, അവിടുത്തെ കണ്ടസ്റ്റൻസിനും മാന്യമായി അവിടെ ഒരു നിലനിൽപ്പ് ആവശ്യമുണ്ട്. കണ്ടസ്റ്റൻസ് അറിഞ്ഞു കളിച്ചാലേ അവിടെ അവതാരകൻ അറിഞ്ഞു കളിക്കാൻ പറ്റൂ. എല്ലാവർക്കും അപ്പുറയും ഇപ്പുറയും തുല്യമായ നിലപാടുണ്ടാവണം. നിലപാടില്ലാതെ കളിച്ച് വ്യക്തിബോധമില്ലാതെ കളിച്ച് നിരാശരാക്കുന്ന മനുഷ്യരിൽ നമ്മളെയും പെടുത്തിക്കളയും. അതുകൊണ്ട് ബിഗ് ബോസ് എന്നത് ഒരു ടാലന്റ് ഷോ ആണ്. അവിടെ ടാലന്റ് മാത്രമല്ല, അവിടെ ബുദ്ധി, കഴിവ്, വിരഹം, അതിമോഹം, ചക്രവ്യൂഹം ഒക്കെ ഉണ്ടാകുന്ന ഒരു ലോകമാണ്. അവിടെ നമ്മുടെ ലോകത്തെ മറ്റ് വേർതിരിച്ച് ഈ 100 ദിവസം നമ്മൾ അവിടെ തികയ്ക്കുക എന്ന ഒരു ചിന്തകൾ മാത്രം ഉണ്ടാകുന്നവർക്കാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം പറഞ്ഞിട്ടുള്ളത്. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ ആ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ നഷ്ടപ്പെടുത്താതെ നിന്നുപോയാൽ അവർ നിന്നുപോയല്ലോ എന്ന് പോലും ചിന്തിച്ച് അവരെ ജനങ്ങൾ 2 കൈ കൊണ്ട് സ്വീകരിക്കും. ഇറ്റ്സ് ഇമ്പോസിബിൾ, നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ എവിടെയും പോസിബിലിറ്റിയാണ്. മറ്റു രാജ്യങ്ങളും നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ കേരളത്തിലും ഇത് അവൈലബിൾ ആക്കണം. ഇത് സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ള ഷോ തന്നെയാണ്. ഇവിടെ ഈ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്നതും ഈ ഗവൺമെന്റ് കാട്ടിക്കൂട്ടുന്നതും തുല്യമായി ഭാഗിച്ചാൽ ഇത് ഇന്റർനാഷണൽ ഷോ. കാരണം ഈ ലോകത്ത് നടക്കുന്നത് തന്നെയാണ് അവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ അവിടെ നടക്കുന്നത് സ്ക്രിപ്റ്റഡ് ഷോ ഒന്നുമല്ല. കാരണം ഈ നാട്ടിലെ തെറ്റുകളെ
ചൂണ്ടിക്കാട്ടുന്നത് ബിഗ് ബോസിലുള്ള ഉൾക്കാഴ്ചയിലൂടെയാണ്. ദാറ്റ് ഈസ് മൈൻഡ്. ആ ഒരു മൈൻഡ് നമുക്കുള്ള കാലത്തോളം ബിഗ് ബോസ് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്കും പറ്റും. അപ്പോൾ സിജോ എന്ന വ്യക്തിക്ക് വളരെ വളരെ സ്നേഹത്തോടെ, അദ്ദേഹത്തിന്റെ ഒരു ഫാനുമാണ്, അദ്ദേഹത്തിന്റെ ഷോ കാണാറുണ്ട്, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഒന്ന് വിഷ് ചെയ്യാനും കൂടി ഞാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മാരേജ് ലൈഫ് നന്നാകട്ടെ. നല്ലൊരു വസന്തകാലം, നല്ലൊരു 2025 കാലം അദ്ദേഹത്തിന് നല്ലൊരു മോസ്റ്റ് വെൽക്കം പോപ്പുലർ ആയി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫോർ